അസ്സലാമു അലൈക്കും. എപ്പോഴാണ് നമ്മൾ കരയാറുള്ളത്? മനസ്സിൽ ചിലത് നിറയുമ്പോഴാണ് കരയുക. ഓർമ്മകളുടെ അമ്പുകൾ ഹൃദയത്തിൽ മുറിവായി തീരുമ്പോൾ, ദുഃഖം പെയ്ത ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലം വീണ്ടും ഒന്ന് മറിച്ചു നോക്കുമ്പോൾ, വേർപെട്ട ആളുകളുടെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ കണ്ണ് നനയും. ജീവിതത്തിൻ്റെ അതിലോലമായ അനുഭവങ്ങളാണ് പെട്ടെന്ന് നമ്മളെ കരയിക്കുന്നത്. ആശ്വാസമാണ് ചിലപ്പോൾ കണ്ണുനീർ. കനം തിങ്ങിയ ദുഃഖത്തിൻ്റെ മഞ്ഞുകട്ടകൾക്ക് ഉരുകിയൊലിക്കാൻ ചിലപ്പോൾ കണ്ണുനീര് കൊണ്ട് സാധിക്കും. ദുഃഖം നിറഞ്ഞ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് എല്ലാം പറഞ്ഞൊന്ന് കരയുമ്പോൾ, സുഹൃത്തിൻ്റെ ആശ്വാസവാക്ക് കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അപൂർവം ചിലരുടെ മുന്നിൽ മാത്രമേ നമ്മൾ കരയുള്ളൂ. എല്ലാവരുടെ മുന്നിലും പോയിട്ട് നമ്മൾ കരയാറില്ല. കാരണം ചില ആളുകളുടെ മുന്നിൽ കരയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കരയുമ്പോൾ കരയല്ലേ എന്ന ഒരു ചെറിയ വാക്കുകൊണ്ട് അവര് പുതുമഴയായി തീരും. അത്രയും നല്ല സ്നേഹ സൗഹൃദങ്ങൾ, പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വെളിച്ചങ്ങളാണ്, വലിയ ഭാഗ്യവുമാണ് അങ്ങനെയുള്ള ആളുകളെ കിട്ടുക എന്നത്. ശരി, അപ്പൊ ചില ഓർമ്മകൾ നമ്മുടെ കണ്ണ് നനയിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകളുടെ മുന്നിൽ നമ്മൾ കരയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം നമ്മൾ കരയേണ്ട സന്ദർഭം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിതുമ്പി കരയേണ്ടത് ആരുടെ മുന്നിലാണ്? ഒരു സംശയവുമില്ല, സർവലോകരക്ഷിതാവായ സ്നേഹധന്യനായ നമ്മുടെ നാഥന്റെ മുന്നിലാണ്. ഓർമ്മകളാണ് നമ്മളെ കരയിക്കുന്നതെങ്കിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കേണ്ടത്. ചിലരോട് സംസാരിക്കുമ്പോഴാണ് കരയാനുള്ള സ്വാതന്ത്ര്യമുള്ളതെങ്കിൽ ആ സ്നേഹനാഥനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിതുമ്പേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശൂന്യമായൊരവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ ലോകത്തുണ്ടായിരുന്നില്ല. ശൂന്യമായിരുന്നു. പേര് ചൊല്ലി വിളിക്കാൻ ഇങ്ങനെ ഉള്ള നമ്മളില്ലായിരുന്നു. നമ്മൾ എന്നൊരു സാന്നിധ്യമേ ഈ ലോകത്തില്ലായിരുന്നു. പിന്നീട് ബീജത്തെയും അണ്ഡത്തെയും രണ്ട് സ്ഥലങ്ങളിൽ സൃഷ്ടിക്കുകയും എന്നിട്ട് ഒരു കേന്ദ്രത്തിൽ സംയോജിപ്പിക്കുകയും എല്ലും മാംസവും തോലും ഒക്കെ നൽകി, അവയവങ്ങൾ നൽകി സുരക്ഷിതമായി പാർപ്പിച്ച് വളരെ മൃദുലമായി നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കരുണാവാരിധിയാണ് രക്ഷിതാവ്. അപ്പോഴേക്ക് ഉമ്മയുടെ മാറിടത്തിൽ പാല് കരുതി വെച്ചവനാണവൻ. കരഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ കുറേ ആളുകൾ, അങ്ങനെ കുറെ ആളുകളെ നമുക്കായി കാത്തുവച്ചവനാണ് നമ്മുടെ സ്നേഹനാഥൻ. ഇനിയൊരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കണ്ണടച്ചു പോകും. അന്ന് നമ്മൾക്ക് വേണ്ടി കുറെ ആളുകൾ കരയും. അങ്ങനെ കുറെ ആളുകൾ കരയണം. നമ്മൾ പോയി അല്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്ന കുറെ ആളുകൾ ഈ ലോകത്തുണ്ടാകണം. അത് ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. അപ്പൊ കരഞ്ഞുകൊണ്ട് ജനിച്ച നമ്മള് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാൻ മാത്രം എന്ത് അർഹതയാണ് നമുക്കുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിരന്തരം തെറ്റിത്തെറിച്ച് ജീവിച്ചിട്ടും അവൻ നമ്മോടൊപ്പം തന്നെയാണ്. ആ റബ്ബിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരേക്ക് ഓടുന്നുണ്ട്.
പക്ഷെ അവൻ ഒരു ചെറിയ ദൂരം പോലും നമ്മളിൽ നിന്ന് അകലുന്നില്ല. തൗബയുടെ കണ്ണുനീരുമായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നമ്മൾ തിരിച്ചു വരാൻ സ്നേഹസമ്പന്നനായ നമ്മുടെ രക്ഷിതാവ് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കാരുണ്യത്തെ ഓർക്കുമ്പോൾ, നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്ന അവന്റെ ഇഷ്ടത്തെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് കണ്ണ് നനയാതിരിക്കുക? എന്നേക്കാൾ അവൻ എന്നെ അറിയാം. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ ഒരുപാട് അറിയാം. നമ്മുടെ കുട്ടി ജനിച്ചത്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വളർന്നത്, അവളുടെ കുഞ്ഞു ചുണ്ടുകൊണ്ട് ഉപ്പ എന്നും ഉമ്മ എന്നും വിളിച്ചത്, അവളുടെ പഠനം, ഇഷ്ടാനിഷ്ടങ്ങൾ, ജീവിത ശൈലികൾ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമില്ലാത്ത ഭക്ഷണം, എല്ലാം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിലേറെ നമ്മളെ അറിയുന്നവനാണ് അല്ലാഹു. സ്നേഹം കൊണ്ട് നമ്മളെ പിന്തുടരുന്നവനാണവൻ. അവനെക്കുറിച്ച് ഓർമ്മ പൂത്തുലയേണ്ടതാണ് നമ്മുടെയൊക്കെ ഹൃദയം. നിരന്തരം പുതുക്കിയും കറകളഞ്ഞും ആ ഓർമ്മ സുന്ദരമായിക്കൊണ്ടിരിക്കണം. അവനിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നൊരു നിർബന്ധം നമുക്കുണ്ടാകണം. അവന്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്ന തീരുമാനവും ഉണ്ടാവണം. അതാണ് ഏറ്റവും വലിയ സ്നേഹം. മനുഷ്യർ തമ്മിലുള്ള നല്ല അടുപ്പവും ഇങ്ങനെ തന്നെയാണല്ലോ. പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടങ്ങൾ പോലും ഒരുപോലെയാകും. അവരുടെ ചിന്തകൾ പോലും ചിലപ്പോൾ ഒരുപോലെയാകും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് കണ്ണ് നനയുന്നത് പോലെ അവന്റെ സാന്നിധ്യവും നമ്മുടെ കണ്ണ് നിറയ്ക്കണം. അതിന്റെ ഏറ്റവും നല്ല സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ വേറെ ആരുമില്ല, നമ്മളേ ഉള്ളൂ. അള്ളാഹു എന്ന വലിയ സാന്നിധ്യത്തിന്റെ മുന്നിൽ ഓരോന്ന് പറഞ്ഞ് പങ്കുവെച്ച്, തിന്മകൾ ഏറ്റുപറഞ്ഞ്, ചെയ്തു പോയതൊക്കെ അള്ളാഹിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞ് കരയാൻ കഴിയാന്ന് പറഞ്ഞാൽ, കണ്ണ് നനയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഈമാനിന്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരു ഈമാൻ ഉള്ളിൽ അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണുകൾ അറിയാതെ കരഞ്ഞു പോകും. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, പറയുമ്പോൾ ഒക്കെ. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ചും അവന്റെ കാരുണ്യത്തെക്കുറിച്ചും അറ്റമില്ലാത്ത അവന്റെ കൃപയെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് വളരെ ഭീകരമായൊരു ചിത്രം അല്ല ഖുർആൻ നമുക്ക് തരുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ കണ്ണുനീരിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. മഹ്ശറയുടെ തീച്ചൂടിൽ അവർക്ക് തണലൊരുക്കും എന്ന് അതേ രക്ഷിതാവ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കറന്നെടുത്ത പാല് അകട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതുപോലെ അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിദ് അബ്ദുള്ള അൽ ഖറനി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ലാ തഹ്സൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഒരു സത്യവിശ്വാസി എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്നതിന് 300ഓളം കാരണങ്ങൾ പറയുന്നുണ്ട്. വളരെ മനോഹരമായൊരു പുസ്തകമാണത്. അത് മലയാളത്തിലുണ്ട്. ദുഃഖിക്കരുത് എന്നാണ് അതിന്റെ പരിഭാഷ, അല്ലെങ്കിൽ ഒരു പരിഭാഷയുടെ പേര്. അപ്പൊ തിരക്കിനിടയിൽ നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുക, സ്വന്തത്തെ ഒന്ന് വിലയിരുത്തുക. മരണത്തിന്റെ മഹാനിശ്ചലത ഏത് സമയത്തും വരാനിരിക്കുന്നു. ഓരോരോ ശ്വാസമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. സെക്കൻഡുകളാണ് അവസരങ്ങൾ. ഉപയോഗപ്പെടുത്തിയാൽ ജയിക്കാം. ചെയ്തു പോയതെല്ലാം കർമ്മപുസ്തകത്തിലെ കറകളാണ്. അവ മായ്ക്കാനുള്ള ലേപനമാണ്, മരുന്നാണ് കണ്ണീര് കൊണ്ടുള്ള പ്രാർത്ഥന. ചിലരെ ഓർക്കുമ്പോൾ നാം കരഞ്ഞു പോകുന്നു എങ്കിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കരയണം. ചിലരുടെ മുന്നിൽ നമുക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവിന്റെ മുന്നിലാണ്. ഹൃദയം കണ്ണീർ കടലായി ഒഴുകട്ടെ. എല്ലാ അഴുക്കുകളും അതോടെ മാഞ്ഞു തീരും. അങ്ങനെയാണെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരുത്താണ്, കർമ്മശക്തിയാണ് കണ്ണീർ. സ്നേഹസമ്പന്നനായ ദയാനിധിയായ അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.